എല്ലാവരും കൂടെ വന്ന് നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞു കളിച്ചു ചിരിച്ചു. അങ്ങനെ ലൈവ് ഇന്ന് കുറേ ഒരു എൻജോയ്മെന്റ് ആയിട്ട് പോയില്ലേ. അതാ കിടക്കണു അതേപോലെ തന്നെ ഒരു തലതെറിച്ചവൻ വന്നിട്ടൊക്കെ നശിപ്പിച്ചു. അതാ ഞാൻ പറഞ്ഞ ജീവിതത്തിൽ അധികം സന്തോഷിക്കാൻ പാടില്ല. നമ്മൾ കുറച്ചൊരു 10 മിനിറ്റ് ചിരിച്ചാൽ ഒരു 10 മിനിറ്റ് കരയേണ്ട അവസ്ഥ വരുമെന്ന്. ലിക്വിഡ് ഫയർ ആണല്ലോ. ഞാൻ പോകുന്നു ചേച്ചി, ബൈ ബൈ എന്ന് പറയുന്നുണ്ട് മയൂക കുട്ടി. ഓക്കെ, കെ കെ വന്നിട്ടുണ്ടല്ലോ. ഹായ് പ്രവീണ എന്ന് പറയുന്നുണ്ട്. ഹായ് കെ കെ, ലൈവിലേക്ക് സ്വാഗതം. വ്ളോഗ് കേസ് കൊടുക്കൂ, ഫുൾ സപ്പോർട്ട് ചേച്ചി. ഞാൻ കേസ് കൊടുത്തു, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അവന് ഉടനടി പൊക്കിക്കോളൂ. മക്കൾക്കെതിരെയാണ് അവൻ കളിച്ചേക്കണത്. അന്നേരം ഞാൻ അതിൻ്റെതായ രീതിയിലാണ് കൊടുത്തേക്കണത്. എന്നെ പറഞ്ഞു എന്നുള്ളതല്ല, മക്കൾക്കെതിരെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അവന് അത് നല്ല പണി തന്നെ വരും. അമ്മോ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ടോ എന്ന് പറയുന്നതാണോ. ബെർക്ക്ലി ഹലോ എന്ന് പറയുന്നുണ്ട്. ഹായ് അനിൽ ഓയ് എന്ന് പറയുന്നുണ്ട്. ഹായ്, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ലിയോ പടപടേ മറുപടിയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ്, പടപടേ മറുപടി പറഞ്ഞോണ്ടിരിക്കുന്നത്. കിട്ടു ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഹായ് കിട്ടു, പുതിയ ആളാണോ? പുതിയ ആളെ പോലെ ഉണ്ടല്ലേ നമ്മളെ ലൈവില്. ഈ ലിയോ ഒക്കെ പുതിയ ആളാന്ന് തോന്നുന്നുണ്ട്. യുവതാര അതെനിക്ക് മനസ്സിലായി പ്രവി, അതാ ഞാൻ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട എന്ന്. എനിക്കത് ഭയങ്കര ടെൻഷനായി പോയി. നമുക്ക് അങ്ങനത്തെ ഒന്നും നമ്മളൊന്നും കേട്ടിട്ടും കണ്ടിട്ടൊന്നും ശീലം നമുക്ക് അങ്ങനെയൊന്നും അറിയില്ല. വേറെ പെട്ടെന്ന് അതെന്തോ ഒരു മൈൻഡ് ഔട്ടായി പോയി ഫുള്ളായിട്ട്. ഇപ്പം അത് ശരിയായി. സ്റ്റീഫൻ ഹായ് പറയുന്നുണ്ട്. കിട്ടു അതേന്ന് പറയണ്ട. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയ ആളാണെങ്കിൽ. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറെ പോലെയുണ്ട്. പടപടാന്നാണോ? ഇംഗ്ലീഷ് ടീച്ചറല്ല, മലയാളം ടീച്ചറാണ്. ഇംഗ്ലീഷ് നമുക്ക് അറിയത്തില്ല. അമ്മൂവേ പേടിക്കണ്ട, പുലിക്കുട്ടികൾ അവിടെ എന്ന് പറയുന്നുണ്ട്. അമ്മൂനോട് പേടിക്കണ്ട, അവിടെ അതിർത്തിയിൽ നല്ല പുലിക്കുട്ടികൾ ഉണ്ട് പറയുന്നുണ്ട് ബിനോയ് ചേട്ടൻ. ലിയോ ചിരിക്കണ്ട്. സുനിൽ ഹായ് പറയുന്നുണ്ട്. ഹായ് സുനിലെ, ലൈവിലേക്ക് സ്വാഗതം. പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. സാപ്പിട്ടാണ് വയ്ക്കുന്നത്. ഭക്ഷണം കഴിച്ചു. ഋഷിക എന്ത് പറ്റി ചേച്ചി, എന്തിനാണ് കേസ് കൊടുക്കുന്നത്? ഓരോ ചൊറിയന്മാർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കൂട്ടുകാരനും ഉണ്ട് അവിടെ എന്ന് പറയുന്നത്. ആണോ ബിനോയ് ചേട്ടാ? എനിക്ക് അതാ ബിനോയ് ചേട്ടാ ഭയങ്കര ടെൻഷൻ. എനിക്ക് ഈ പട്ടാളക്കാരെ കുറിച്ച് ആലോചിക്കാൻ ഭയങ്കര ടെൻഷൻ വരും. കാരണം അവരെത്രത്തോളം ബുദ്ധിമുട്ടുന്നു, എത്ര ദിവസം ഉറക്കമില്ലാണ്ട്. ഇതിപ്പോൾ തുടങ്ങിയതിന് ശേഷം അവർക്കൊന്ന് ഉറങ്ങാനോ ഒരു റെസ്റ്റോ ഒരു വിശ്രമോ ഒന്നും ഉണ്ടാവില്ല. അന്നേരം അവരവസ്ഥ അങ്ങനെ ആലോചിക്കാൻ ഭയങ്കര ടെൻഷനാവും. ജോൺ ലൈക്ക് എന്ന് പറയുന്നുണ്ട്. സ്നേഹ ചേച്ചി, വയനാട് ആനയുടെ പ്രശ്നമൊക്കെ ഉണ്ടോ? നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണോ? ഞങ്ങൾ ഇവിടെ ആനയുടെ പ്രശ്നമില്ലടാ. കടുവ ഉണ്ടായിരുന്നു കേട്ടോ ഒരിടക്ക് ഇറങ്ങിയിട്ട്. ഇപ്പം അതിൻ്റെ അഡ്രസ്സിൽ എവിടെയോ പോയി. ഇവതാരം ചേച്ചി വന്നില്ല. ഇല്ല ചേച്ചി വന്നിട്ടില്ല. ചേച്ചി നൈറ്റ് ചിലപ്പോൾ ഒക്കെ വരാറുള്ളൂ. ഇപ്പം മനോജേട്ടൻ വന്നോന്ന് അറിയില്ല. ചിലപ്പോൾ പിള്ളേരുടെ അടുത്തായിരിക്കും ഫോണ്, അതുകൊണ്ടായിരിക്കും ചേച്ചിനെ കാണാത്ത. അല്ലെങ്കിൽ ചേച്ചി വരും, നോട്ടി എത്തിയ ചേച്ചി വരും. ഇനിയിപ്പോൾ നെറ്റ് ഉണ്ടോന്ന് അറിയില്ല ഫോണിൽ. പിള്ളേരുടെ അടുത്ത് കളിച്ചിട്ട് നെറ്റ് തീർന്നിട്ടുണ്ടാവും. ആരാ അവിടെ ഇടയ്ക്ക് മൂളിപ്പാട്ട് പാടുന്നത്? മൂളിപ്പാട്ടല്ല, മോള് ഓളച്ഛൻ്റെ ഫോണിൽ കളിക്കുന്നുണ്ട്. അന്നേരം അതാണ് പാട്ട് കേൾക്കണേ. എൻ്റെ 2 മെസ്സേജ് മുങ്ങിയോ? യൂട്യൂബ് എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ടോണി ഹായ് എന്ന് പറയുന്നുണ്ട്. വർഗീസ് ചേട്ടനുള്ളതുകൊണ്ട് ലൈക്ക് അങ്ങനെ വീഴുന്നുണ്ട്. സുനിൽ ചക്ക തിന്ന് തീർത്ത് വയ്ക്കുന്നുണ്ടോ? ചക്കയൊക്കെ തിന്ന് തീർത്ത്. ചക്ക പച്ച വറുത്തു. ചക്ക എത്ര കുറച്ച് നേരമായിട്ടുള്ളൂ കഴിഞ്ഞിട്ട് വറുത്തിട്ട്. അധികമൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. 2 ദിവസത്തേക്ക് ഉണ്ടാവും. ടോണി ലൈക്ക് 20 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പച്ചച്ചക്ക തിന്നാനൊരു ടേസ്റ്റാണ്. പഴുത്ത ചക്ക കുറേ തിന്നാൽ മടുപ്പ് പിടിക്കും. പച്ചച്ചക്ക അങ്ങനെ തിന്നാനൊരു ടേസ്റ്റാണ്. കടുവയെ പിടിച്ച് കിടുവയാണോ നിൽക്കുന്നുണ്ട്. കടുവ ഇതിലെയോ പോയി. കുറച്ച് ദിവസം ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു കടുവേനെ കൊണ്ട്. ഇപ്പൊ കടുവ എങ്ങോട്ടാ പോയെന്ന് ആരും പറയണ കേൾക്കില്ല കേട്ടോ. നാട് വിട്ടു തോന്നുന്നു. ഇവിടെയുള്ള ആൾക്കാരെ മതിയായിട്ടുണ്ടാവും. അമ്മു എന്ത് വെച്ചി മുകളിലോട്ടൊന്ന് നോക്കിയേ യൂട്യൂബിനെ പറയാതെന്ന് പറയുന്നുണ്ട്. മുകളിലോട്ടൊന്ന് നോക്കിയേ യൂട്യൂബിനെ പറയാതെന്നോ നോക്കട്ടെ. ചേച്ചി വന്നില്ലേ? അത് വായിച്ചു. എൻ്റെ ഫ്രണ്ട്സ് കാണാനില്ല. അമ്മു പേടിക്കണ്ട, ആറ്റം ബോംബ് ഉടനെ വരുന്നോ? അതാണോ? തള്ളരുത് രാമൻകുട്ടി, തള്ളരുത്. ആര് തള്ളരുത്? അതാണോ വന്നത്? ആണോ? ഹലോ വീണ ചേച്ചി, നമസ്കാരം. വിഷ്ണു എന്തൊക്കെയുണ്ടടാ വിശേഷം? ഈ ലൈറ്റ് ഓഫാക്കി ഇരുടിച്ചാ അത് വേണി ഓഫാക്കിക്കോ.
അതും ഇരുട്ട്.